ഒന്ന് മോഡിഫൈ ചെയ്താലോ? മോഡിഫിക്കേഷൻസ് നടത്താൻ മനസ്സ് പല രീതിയിൽ നിങ്ങളെ പ്രലോഭിപ്പിക്കും. പക്ഷേ വഴങ്ങരുത്, അല്ലെങ്കിൽ പണി കിട്ടും, കയ്യിലെ പൈസയും പോകും. സുരക്ഷ ഉറപ്പാക്കി പൊല്യൂഷൻ നോംസ് പാലിക്കാനും ഒറിജിനൽ സ്പെസിഫിക്കേഷൻസ് തന്നെ ചൂസ് ചെയ്യാനും ഈ മോഡിഫിക്കേഷൻ പരിപാടി നമ്മുടെ കേരള RTO പണ്ടേ വിട്ടതാണ്. ഇനി 28% GST കൊടുത്ത് നിങ്ങൾ പാർട്സ് ഇമ്പോർട്ട് ചെയ്താലും അത് ലീഗലി ഇവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അടുത്ത മോഡിഫിക്കേഷൻ പ്ലാനിന് മുമ്പേ കുറച്ച് കണക്കുകൾ മനസ്സിൽ വെക്കാം. ടർബോ ചാർജറുകൾ അല്ലെങ്കിൽ എലോയ് വീലുകൾ പോലുള്ള ഭാഗങ്ങൾക്ക് 28% വരെ GST ഉണ്ടാകും. മോഡുകൾക്കായി പണമടച്ചതിന് ശേഷം ഇല്ലീഗൽ മോഡിഫിക്കേഷൻസ് നടത്തിയതായി കണ്ടാൽ നിങ്ങൾക്ക് 10,000 രൂപ വരെ ഫൈൻ കിട്ടും. ഇങ്ങനെ മോഡിഫൈ ചെയ്ത വാഹനങ്ങൾക്ക് ഇൻഷുറൻസ് കവറേജ് നഷ്ടപ്പെട്ടേക്കാം. ഇത് നിങ്ങൾക്ക് അധിക ചെലവുകൾക്ക് കാരണമാകും. ഉദാഹരണത്തിന്, ഒരു സാധാരണ കാറിനുള്ള സ്റ്റാൻഡേർഡ് ഇൻഷുറൻസ് പ്രീമിയം പ്രതിവർഷം 15,000 രൂപയാണെങ്കിൽ മോഡിഫൈ കാറിന് പ്രതിവർഷം 22,000 ആകും. നിങ്ങളുടെ വാഹനത്തിന് കേടുപാടുകൾ സംഭവിച്ചാൽ ഫുൾ കവറേജ് ഇല്ലാത്ത ഇൻഷുറൻസിനായി നിങ്ങൾ പ്രതിവർഷം 7,000 രൂപ അധികമായി അടയ്ക്കണം. അതുകൊണ്ട് ലീഗലി അപ്രൂവ്ഡ് ആയ മോഡിഫിക്കേഷൻസിൽ ഒതുക്കുന്നതായിരിക്കും പോക്കറ്റ് കീറാതിരിക്കാൻ നല്ലത്. അപ്പോൾ മോഡിഫൈ ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനെയും അതുപോലെ തന്നെ മോഡിഫൈ ചെയ്ത് പണി കിട്ടിയിരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനെയും ഈ വീഡിയോയിൽ മെൻഷൻ ചെയ്യും.